ഇതിൽ വീണ്ടും നരബലി നടന്നിരിക്കുന്നു. അതും സ്വന്തം അമ്മ സ്വന്തം മകളെ ബലി നൽകിയിരിക്കുന്നു. ജാർഖണ്ഡിലെ ഹസാരിബാഗിലാണ് സംഭവം. അവിടെ നടന്ന എന്തിനാണപ്പ ഇപ്പം ഇവിടെ പറയണേ എന്നായിരിക്കും. കാര്യമുണ്ട്. നമ്മുടെ ഈ നാടും നരബലിക്ക് പേര് കേട്ടതാണല്ലോ, അങ്ങ് ലോക പ്രശസ്തമാണല്ലോ. ഇലന്തൂർ നരബലിയിലൂടെ അതും ഒന്നല്ല, ഇരട്ട നരബലിയാണ് നടന്നത്. ജാർഖണ്ഡിൽ 13 വയസ്സുള്ള തൻ്റെ സ്വന്തം കുട്ടിയെ കാമുകനുമായി ചേർന്ന് രശ്മി എന്ന യുവതി ഭീംറാവു എന്ന ആളുമായി ചേർന്ന് ഈ സ്ത്രീ ആ കുട്ടിയുടെ കൈയും കാലും പിടിക്കുന്നു. അയാൾ ആ കുട്ടിയെ കഴുത്തിരിച്ച് കൊല്ലുകയും പോരാഞ്ഞിട്ട് ഭിത്തിയിൽ തലയിടിപ്പിക്കുകയും ചെയ്തു, രക്തം മാറുന്നു വരുന്നതിന്. മന്ത്രവാദിനിയോ ശാന്തി എന്ന സ്ത്രീ, അശാന്തി എന്നാണ് പേരിടേണ്ടത്. അച്ഛൻ്റെ സ്വകാര്യ ഭാഗത്ത് വിറകുള്ളിയൊക്കെ ഈ അശാന്തിയായ സ്ത്രീ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. എത്ര മൃഗീയമായാണ് ആ കുഞ്ഞിനെ കൊന്നതല്ലേ. എന്തിനു വേണ്ടിയാണ് കുഞ്ഞിനെ കൊന്നതെന്ന് കേട്ടാൽ അതിലും ഞെട്ടും. ഈ കുഞ്ഞിൻ്റെ ഒരു സഹോദരൻ മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ സൗഖ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ സഹോദരിയായ കുഞ്ഞിനെ ബലി കൊടുത്തതെന്ന്. ചിത്ര പൗർണമി ദിനത്തിലായിരുന്നു. ആ പെൺകുട്ടിയുടെ സഹോദരൻ മാനസികവും ശാരീരികവുമായ വെല്ലുവിളി നേരിടുന്ന ആളാണെങ്കിൽ ആ നാട്ടിൽ ആശുപത്രികളില്ലേ, ഡോക്ടർമാരില്ലേ, മാനസികരോഗ വിദഗ്ധരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്. അവരെ ആരെങ്കിലും സമീപിച്ചാൽ പോരായിരുന്നോ? ഈ കുട്ടിയുടെ പിതാവാണ് മഹാരാഷ്ട്രയിലാണ് ജോലി ചെയ്യണത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കും. ആ ഗ്യാപ്പിലാണ് ഭീംറാവു എന്ന ആളുമായിട്ട് ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ സൗഹൃദത്തിലാവുന്നത്. അവർ തന്നെ കുട്ടിയെ കൊന്നിട്ട് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിൽ പരാതി നൽകി. പോലീസ് ഏതായാലും പിറ്റേ ദിവസം തന്നെ കുട്ടിയുടെ ജഡം കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വസ്തുക്കളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ റേപ്പ് നടന്നിട്ടില്ല എന്ന് വ്യക്തമായി. തുടർന്ന് ഇവരെല്ലാം ചോദ്യം ചെയ്തപ്പോഴെല്ലാം പുറത്തു വന്നു. ശിക്ഷിക്കേണ്ട കാര്യങ്ങളാൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കർണാടകയിലും മഹാരാഷ്ട്രയിലുമെല്ലാം ഇത്തരം അന്ധവിശ്വാസങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ചു. ഇന്ത്യ മുഴുവൻ പൂർണ്ണമായും എന്തുകൊണ്ടാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിരോധിക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല. അല്ല, ഇതുപോലത്തെ മന്ത്രവാദികൾക്കൊക്കെ ഒത്തിരി ലാഭക്കൊയ്ത്തുണ്ടാകുമായിരിക്കാം ഇതുപോലെയുള്ള ക്രിയാകർമ്മങ്ങൾ നിർവഹിക്കുന്നതുകൊണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഇതൊന്നും നിരോധിക്കാത്ത ഇതുവരെ. ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങൾ കണ്ടിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട് ഓടിപ്പോയതെന്ന് ആണ് പറയപ്പെടുന്നത്. അത് ഇപ്പോഴത്തെ കാലത്താണെന്ന് ഓർക്കണം. എത്ര വിദ്യാഭ്യാസം വിവരം ഉണ്ടായിട്ട് കാര്യം? വകതിരിവ്, ചിന്താശേഷിയൊന്നും ഇല്ലെങ്കിൽ അക്ഷരജ്ഞാനം മാത്രം ഉണ്ടായിട്ട് എന്താണ് കാര്യം? സ്വന്തം കുട്ടിയെ ഇത്തരത്തിൽ ദാരുണമായി കൊന്നുകളഞ്ഞ ആ അമ്മ എന്ന് ഒരിക്കലും ആ സ്ത്രീ വിളിക്കാൻ കഴിയില്ല. ആ സ്ത്രീയെയും കൂട്ടാളികളെയും നല്ല രീതിയിൽ തന്നെ ശിക്ഷിക്കണം. ഇനി ഒരിക്കലും ആരും ഇത് ആവർത്തിക്കാതിരിക്കാൻ തക്ക രീതിയിൽ തന്നെ ശിക്ഷ നൽകണം അവർക്ക്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ നമ്മുടെ നാടിനെ ലോകത്തിനു മുമ്പിൽ ചീത്തയാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത്തരക്കാർക്കെതിരെ ശക്തവും വ്യക്തവുമായ മാതൃകാപരമായ ശിക്ഷ തന്നെ എടുക്കണം. ഒരു പൂജയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയത് എന്നാണ്. സ്വന്തം മാതാവിൻ്റെ കൂടെ ആകുമ്പോൾ ആ കുട്ടി എങ്ങനെ സംശയിക്കും തൻ്റെ കാലനാണ് തൻ്റെ മാതാവ് എന്നുള്ളത്? അങ്ങനെ ഇത്തരം മാനുഷിക പരിഗണനകൾ കൂടി പരിഗണനയിലെടുത്ത് മരണപ്പെട്ട പെൺകുട്ടിക്ക് തീർച്ചയായും നീതി കിട്ടിയേ പറ്റൂ. നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തികൾ നടക്കുമ്പോൾ ലജ്ജാവഹമാണ്. ഓരോ ജീവനും വിലപ്പെട്ടത് തന്നെയാണ്. കുട്ടിയുടെ മരണകാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തന്നെ വേണം. കാരണം രാജ്യത്തെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ വെച്ചു വെറുപ്പിക്കാൻ പാടുള്ളതല്ല. വരും തലമുറയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇത്തരം അന്ധവിശ്വാസികൾ? ശാസ്ത്രം പുരോഗമിച്ചു, രാജ്യം പുരോഗമിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് മാറ്റമില്ല, ഒരു പുരോഗമനവും ഇല്ല നല്ല വിശ്വാസങ്ങൾക്കെങ്കിൽ. മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തിട്ടാണോ ജീവിക്കുന്നത്? ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് അതിലേറെ കഷ്ടം. മകളെ നഷ്ടപ്പെട്ടു, മാനസിക ശാരീരികമായ വെല്ലുവിളി നേടുന്ന ആ കുഞ്ഞിനെ ഇനി അദ്ദേഹം തന്നെ വളർത്തണമല്ലോ, മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ ജീവിതം. മരണപ്പെട്ട പെൺകുട്ടിക്ക് മാത്രമല്ല ആ പെൺകുട്ടിയുടെ പിതാവിനും നീതി വേണം. കാമുകനായ ഭീംറാവു എന്ന ആളെ അയാളുടെ ഭാര്യ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ആ അശാന്തിയായ മന്ത്രവാദിനി കന്യകയായ കുട്ടിയെ ബലി നൽകണം എന്ന് ഉപദേശിച്ചിരിക്കുന്നു. അപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ 10-13 വയസ്സായ കന്യകയായ കുട്ടി. അങ്ങനെ ആ കുട്ടിയെ വേണമെന്ന് മതിയെന്ന് നിശ്ചയിക്കുകയായിരുന്നു. ഇത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തിട്ട് അവർ തന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇത് പുറംലോകം അറിഞ്ഞത്. അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? വേറെയും പെൺകുട്ടികൾ ഇതുപോലെ ബലിയാടുകളാകുമായിരുന്നില്ലേ പുറംലോകം അറിയാതെ? ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നല്ല സമഗ്രമായ അന്വേഷണം അവിടെ നടത്തുകയാണെങ്കിൽ അറിയാൻ കഴിയും.